വാർദ്ധക്യം കയറി വരുന്നതിനെ എങ്ങനെയും തടയുവാനുള്ള ശ്രമത്തിൽ അനേകരും വൃദ്ധരായി കാണപ്പെടുന്നു. ത്വക്കിലെ ചുളിവുകൾ നേരെയാക്കുവാനും മുഖത്തും മുടിയിലും ചായം പുരട്ടുവാനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് തങ്ങൾ ഇപ്പോഴും യൗവനത്തിൽ തന്നെയാകുന്നു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുള്ള ശ്രമം വളരെയാണ്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരും നിയന്ത്രിക്കാനില്ലാത്ത ജീവിതം രസകരമായി തോന്നാമെങ്കിലും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകി നീങ്ങുകയും എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴുകയും ചെയ്യാം. ജീവിത സായാഹ്നത്തിൽ ശലോമോൻ രാജാവ് യൗവനക്കാർക്ക് നൽകുന്ന ഉപദേശം തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചാലിച്ചെഴുതിയതാണെന്ന് വ്യക്തമാണ്. തുച്ഛീകരിക്കപ്പെടാത്ത ഒരു യൗവനം ഏതൊരു മനുഷ്യൻ്റെയും സമ്പാദ്യമാകുന്നു. യൗവനകാലത്ത് തൻ്റെ സൃഷ്ടാവിനെ അറിയുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. ഏകദേശം 33.5 വർഷം കൊണ്ട് പിതാവ് തനിക്ക് ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തി തികച്ച ക്രിസ്തുവേശുവിൻ്റെ കാലടികൾ പിന്തുടരുന്നത് എത്ര ആവേശകരമാകുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം വരെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും നല്ല സമയമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന സമയമാണ് യൗവനം. അതുകൊണ്ട് തന്നെ തങ്ങൾ യൗവനത്തിൽ തന്നെയാണ് ഇപ്പോഴുമെന്ന് കാണിക്കുവാൻ എന്തെല്ലാമാണ് യൗവനം കഴിഞ്ഞ മനുഷ്യർ ചെയ്യാറുള്ളത്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് യൗവനം എല്ലാവരും ആഗ്രഹിക്കുന്നതായ സമയമാണ്. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ പരീക്ഷണങ്ങളുടെ ഫലം നമ്മോട് പറയുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ശരിയായ വിധത്തിൽ ജീവിച്ചില്ല എങ്കിൽ ഏതൊരു വ്യക്തിയുടെയും യൗവനം ശൂന്യമായിരിക്കും, വൃഥാവായിരിക്കും, പ്രയോജനമില്ലാത്തതായിരിക്കും. യൗവനത്തിൽ അനുഭവപ്പെടുന്ന ശൂന്യതയ്ക്കൊരു വിരാമമിടുവാൻ യുവാക്കൾ എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. വിനോദങ്ങളായി, പണമായി, സുഖലോലുപതയായി, വിദ്യാഭ്യാസം, അങ്ങനെ 1000 കൂട്ടം കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പരീക്ഷിക്കുന്നു. അയ്യോ, എത്ര സൂക്ഷ്മതയോടെ നാം ഈ ജീവിതത്തെ സൂക്ഷിക്കേണ്ടതാണെന്നറിയാമോ? ഒരല്പം തെറ്റിയാൽ സകലവും അവതാളത്തിലാകുന്നതായ ആ സ്ഥിതിവിശേഷം. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ധാർമ്മികനായി, അതെ, നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ശീതോഷ്ണവാന് പിന്തുടരാവുന്ന നല്ല പാത ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല ഭാഗങ്ങൾ ഇവിടെ നാം കാണുന്നു. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ നമുക്ക് വായിക്കാം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഭയപ്പെടരുതെന്ന ഒരു പാഠമാണിത്. അതിൻ്റെ പ്രതിഫലം വളരെ താമസിച്ചേ ലഭിക്കുകയുള്ളൂ എങ്കിലും താങ്കൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്നത്ര ഇവിടെ പറയുന്നത്. 2-ാം വാക്യത്തിൽ കാണുന്നത്, ഒരു ഓഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക, ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. നീ നന്മ ചെയ്യുമ്പോൾ ഒന്നിലധികം പേർക്ക് സഹായം ചെയ്യുക, അനേകർക്ക് ഗുണം ചെയ്യുക. ഒരുപക്ഷെ പിന്നീടൊരിക്കൽ നീ പ്രശ്നത്തിലും പ്രയാസത്തിലുമായി എന്ന് വരാം. അപ്പോൾ നിന്നെ സഹായിക്കുന്നതിന് വളരെ ആളുകൾ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് സൂത്രശാലിയായ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അനീതിയുള്ളൊരു കാര്യവിചാരകൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തൻ്റെ യജമാനനുള്ള മുതലൊക്കെ നാനാവിധമാക്കുന്നു എന്ന് കേട്ട് അവനെ പിരിച്ചുവിടുവാൻ തീരുമാനിച്ചു. അപ്പോൾ
അവൻ യജമാനൻ കടം കൊടുത്തിരുന്ന ഈ കടക്കാരിൽ പലരെ വിളിച്ചിട്ട് അവരുടെ കടം ഇളച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിച്ചു. അങ്ങനെ അവൻ തൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ സഹായത്തിന് വേണ്ടി അവന് ഈ പറഞ്ഞ സ്നേഹിതന്മാരുടെ അടുത്തേക്ക് പോകുവാൻ കഴിഞ്ഞു. ഒരാളോ രണ്ടുപേരോ മാത്രമായിരുന്നു സ്നേഹിതരെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമായിരുന്നുവല്ലോ. അതുകൊണ്ട് അവൻ ബുദ്ധിപൂർവം അനേകരെ നേടി. അതവന് പിന്നീട് പ്രയോജനം ചെയ്യുമെന്ന് അവനറിയാമായിരുന്നു. അതുപോലൊരു ചിന്താഗതിയാണ് ഇവിടെ നാം കാണുന്നത്. ഇനിയും 3-ാം വാക്യം നോക്കിക്കാട്ടെ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിടക്കും. മഴ പെയ്യുമെന്ന് വിചാരിക്കുന്ന പക്ഷം കുട കൊണ്ട് നടക്കുന്നതാണ് നല്ലത്. വലിയൊരു മരം വീണുപോയാൽ പിന്നെ അതിനെ മാറ്റുവാൻ വിഷമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതത്രേ. അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ആദ്യം തന്നെ അതേക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ അതിൽ എടുത്തു ചാടിക്കഴിഞ്ഞാൽ മാറ്റം വരുത്തുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും എടുത്തു ചാടുന്നതിന് മുൻപ് അതേക്കുറിച്ച് ഒരു നല്ല വിവരമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം എന്നത്രേ ശലോമോൻ പറയുന്നത്. 4-ാം വാക്യത്തിൽ കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. താങ്കൾ ചെയ്യുന്നതൊക്കെയും ബുദ്ധിപൂർവം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാറ്റ് ഇല്ലാതാകുന്നത് വരെ അവൻ കാത്തിരിക്കുകയാണ് വേണ്ടത്. മഴശല്യം ഉണ്ടാകുമ്പോൾ ഒരുവൻ തൻ്റെ വിളവ് കൊയ്യുവാൻ തുടങ്ങുകയില്ല. 5-ാം വാക്യത്തിൽ പറയുന്നു, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ഭ്രൂണത്തിൻ്റെ ഉൽപാദനവും ഒരു ശിശുവിൻ്റെ ജനനവും ഇന്നും വലിയ മർമ്മം തന്നെയാണ്. ആത്മീയമായ വീണ്ടും ജനനം വാസ്തവത്തിൽ ഇതിലും വലിയ മർമ്മമാണ്. അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട വലിയ സത്യം എന്തെന്നാൽ, ഭൂമിയിലേക്കുള്ള എൻ്റെ ജനനത്തിന് എനിക്ക് യാതൊരു പങ്കുമില്ലാത്തതുപോലെ എൻ്റെ ആത്മീയ ജനനത്തിലും എനിക്ക് യാതൊരു പങ്കുമില്ല. എനിക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് സാരം. എൻ്റെ പുണ്യപ്രവർത്തികളോ സൽക്കർമ്മങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും എൻ്റെ പുതുജനനത്തിന് വിഷയീഭവിക്കുന്നില്ല. അങ്ങനെ ആർക്കും വീണ്ടും ജനനം സാധ്യമല്ലതാനും ഈ തൻ്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട്. ആത്മാവ് ഏതു വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. ആത്മീയ ജനനം യാതൊരു മനുഷ്യൻ്റെയും നിയന്ത്രണത്തിലല്ല. കാറ്റിനെ നിയന്ത്രിക്കുവാൻ ആരാലും സാധ്യമല്ലാത്തതുപോലെ കാറ്റിനെ ആർക്കും കാണുവാൻ കഴിയുന്നില്ല, അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, തടയുവാൻ കഴിയില്ല, മുൻകൂട്ടി പറയുവാൻ കഴിയില്ല, ഒതുക്കി വയ്ക്കുവാൻ കഴിയില്ല. നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ വരുത്തുവാനും വേണ്ട എന്ന് പറയുമ്പോൾ ഒഴിച്ചു കളവാനും കഴിയുകയില്ല. ദൈവവുമായി ബന്ധപ്പെടുന്നതിന് ഒരു മനുഷ്യന് സാധിക്കാത്ത നിസ്സഹായ അവസ്ഥ അവൻ സ്വയം സമ്മതിച്ച്, താൻ നിസ്സഹായനാകുന്നുവെന്ന് സമ്മതിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക മാത്രമാണ് പുതുജന്മത്തിനുള്ള മാർഗം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്കറിവുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളെ നശിപ്പിക്കുവാൻ ഇടയാക്കരുത്. അതെ, ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതത്രേ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കസേര, ഇപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു കസേര വെറുതെ കിടക്കുന്നു. അതിനെക്കുറിച്ച് വളരെയധികം ഒന്നും എനിക്കറിയില്ല. അത് ഏത് വിധത്തിലുള്ള തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നോ, ഏത് ആശാരിയാണ് പണിതെന്നോ, എത്ര സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നോ, എത്ര നാളുകൊണ്ടാണ് പണിതതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ എനിക്കതിൽ ഇരിക്കാം എന്നും അത് എൻ്റെ ഭാരത്തെ വഹിക്കുമെന്നും എനിക്കറിയാം.
വാസ്തവത്തിൽ ഈ കസേരയെക്കുറിച്ച് അത്രമാത്രം ഒരറിവ് എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവയെ അസ്വസ്ഥമാക്കുവാൻ ഇടയാകരുത്. എനിക്ക് പലതും അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ചെയ്യില്ല എന്ന് പറയുന്നത് എത്ര ഭോഷത്തരമാണ്. ഇവിടെ പറയുന്നത് എനിക്കിരിക്കാം എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ഇരിക്കുക. അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. 7ഉം 8ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിലൊക്കെയും സന്തോഷിക്കട്ടെ. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ. വരുന്നതൊക്കെയും മായയത്രേ. പ്രിയ സുഹൃത്തെ, ഒരിക്കൽ താങ്കൾ വൃദ്ധനായിത്തീരും. അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ താങ്കൾ ഒരു വിധത്തിലും ബുദ്ധിമുട്ടേണ്ടതില്ല. വൃദ്ധജനങ്ങളുടെ ജീവിതം നാം ചിന്തിക്കുന്നത് പോലെ അത്ര സന്തോഷകരമോ സുഖപ്രദമോ ആയിരിക്കുകയില്ല എന്ന് നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. നാം എല്ലാവരും ദൈവം ആയുസ്സ് തരുന്നുവെങ്കിൽ ആ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9ഉം 10ഉം വാക്യങ്ങളിൽ കാണുന്നത്, യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തീരുമാനമെടുക്കുവാനുള്ള സമയം ഇതാകുന്നു എന്ന് പ്രിയ യുവാവെ, പ്രിയ യുവതിയെ, നീ ഓർത്തുകൊള്ളണം. ഇപ്പോൾ ശരിയായ തീരുമാനവും തിരഞ്ഞെടുപ്പും നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തങ്ങളുടെ യൗവനകാലത്ത് തെറ്റായ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തിയ അനേകർ അതുകൊണ്ട് മാത്രം ഇന്ന് ജീവിതം നിരാശയോടെ വ്യർത്ഥമായി കഴിച്ചുകൂട്ടുന്നു. വാസ്തവത്തിൽ അവർ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു. ചോരത്തിളപ്പ് ഉണ്ടായിരുന്നപ്പോൾ ആരും ചോദിക്കില്ല, ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ല എന്ന് ചിന്തിച്ച് തങ്ങൾക്കിഷ്ടപ്പെട്ട വഴിയെ ഇഷ്ടം പോലെ നടന്നു. അതിൻ്റെ ഫലം ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന അനേകർ ആരോഗ്യം നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ ശിഥിലമാക്കി ജീവിതം നരകതുല്യമാക്കി. നാം നമ്മുടെ യൗവനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ യൗവനകാലം മായയാണ്, ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്, വ്യർത്ഥമാണ്, പ്രയോജനരഹിതമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് ജീവിതം. അതും ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരായുസ്സേ ഉള്ളൂ. അത് പല പരീക്ഷണങ്ങളിലൂടെ നശിപ്പിക്കുവാനുള്ളതല്ല. ഓരോ ദിവസം അല്ല, ഓരോ നിമിഷം ജീവിക്കുവാനായി ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സാകുന്നു. അത് വളരെ വിലയേറിയ ഒരു ദാനമാണ്. ഞാൻ ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്നത് മഠേത്തരമാണ്. സൈനൈഡിൻ്റെ രുചി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത് പോലെയാണ്. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ അന്തിമമായ ലക്ഷ്യം വാസ്തവത്തിൽ എന്താണ്? മനുഷ്യൻ്റെ പരമമായ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നേക്കും അവനോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള സഹവാസത്തിന് വേണ്ടിയാകുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. സൃഷ്ടാവായ ദൈവവുമായി കൂട്ടായ്മയില്ലാത്ത മനുഷ്യൻ വാസ്തവത്തിൽ ഇവിടെ തന്നെ നരകം സൃഷ്ടിക്കുകയാണ്. ശ്രദ്ധിക്കൂ സുഹൃത്തെ, താങ്കളുടെ യൗവനം എത്ര ഗൗരവത്തോടു കൂടി കണ്ട് താങ്കൾ ചെലവഴിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ തുടർന്നുള്ള ചിന്തകൾ 12-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 1-2 വാക്യങ്ങൾ 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാൻ ശലോമോൻ നടത്തിയ പരീക്ഷണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ സംതൃപ്തിയും പ്രശ്നപരിഹാരവും കണ്ടെത്തുവാൻ ഈ വിധത്തിൽ എല്ലാ തുറകളിലും പരീക്ഷണം നടത്തിയിട്ടുള്ള ഏക വ്യക്തി ശലോമോനായിരുന്നിരിക്കും. അവൻ അതിനുള്ള സാവകാശമുണ്ടായിരുന്നു.
സാധ്യതകളുണ്ടായിരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആകമാനം നാം കാണുന്ന ശൈലി സൂര്യന് കീഴിൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ. സൂര്യന് കീഴിൽ തൻ്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ അവൻ പ്രകൃതിശാസ്ത്രവും നിയമങ്ങളും പരിശോധിച്ചു നോക്കി. പ്രകൃതിയിലേക്ക് മടങ്ങി വന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നു. നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാം എന്നവർ പറയുന്നു. അതെ, അങ്ങനെ ഇന്ന് അനേകർ പറയുന്നുണ്ട്. ഇത് ശലോമോൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നില്ല. അത് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയില്ല. അങ്ങനെ ശലോമോൻ ജ്ഞാനവും തത്വശാസ്ത്രവും പരീക്ഷിച്ചു നോക്കി. സുഖവും ഭൗതിക ചിന്തയും അല്ലെങ്കിൽ വസ്തുമയമായ കാര്യങ്ങളിലുള്ള ആസക്തിയും അവൻ പരീക്ഷിച്ചു. വിധിവിശ്വാസത്തിൽ അവൻ പരീക്ഷണങ്ങൾ നടത്തി. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്തയോടുകൂടെ ജീവിക്കുവാൻ അവൻ ശ്രമിച്ചു. സ്വയത്തിനു വേണ്ടി മാത്രം അവൻ ജീവിച്ചു നോക്കി. ആരുടെയും കാര്യം വേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. അവൻ പിന്നീട് മതത്തിലേക്ക് തിരിഞ്ഞതായി നാം കാണുന്നു. അവിടെ അവൻ ആചാരങ്ങളല്ലാതെ യാഥാർത്ഥ്യമൊന്നും തന്നെ കണ്ടില്ല. പിന്നീട് ധനത്തിൽ, അതെ, ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് അവൻ തിരിഞ്ഞു. തൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ അവൻ ഇതെല്ലാം പരീക്ഷിച്ചു നോക്കി. അവസാനം നല്ല ജീവിതം, അതായത് ഒരു ധാർമ്മികമായ ജീവിതം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ അവൻ ശ്രമിച്ചു നോക്കി. ശലോമോൻ ഈ അധ്യായത്തിൽ തൻ്റെ പരീക്ഷണങ്ങളുടെ എല്ലാം ഫലം എന്താകുന്നു എന്ന് പറഞ്ഞു തരുന്നു. താൻ പരീക്ഷിച്ച് എന്ത് നേടി എന്നവൻ വ്യക്തമാക്കുന്നു. അതറിയുവാൻ നിങ്ങളും ഒരുപക്ഷെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. ശലോമോൻ പറയുന്നു, താൻ ഇത്രയധികം സമയവും പണവും എല്ലാം ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എവിടെ എത്തി എന്നവൻ പറയുന്നു. വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള ഒരു കാവ്യവർണ്ണനയാണ് ഈ 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യുവാക്കന്മാർക്കും വൃദ്ധന്മാർക്കും എല്ലാവർക്കും തന്നെ ഈ അധ്യായത്തിൽ പ്രത്യേകമായ ദൂത് ഉൾക്കൊള്ളുന്നുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും ഇവിടെ സന്ധിക്കുന്നതായി നാം കാണുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. വളരെ പരിചിതമായ ഈ വാക്യം: നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അതെ, സൂര്യന് കീഴിലുള്ള യാതൊന്നിനും മനുഷ്യഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശലോമോൻ പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക എന്നാണ്. ശലോമോൻ പറയുന്നത്, ഞാൻ പരീക്ഷിച്ചു നോക്കാവുന്ന എല്ലാ രംഗങ്ങളും പരീക്ഷിച്ചു, മറ്റാർക്കും ചെയ്യാവുന്നതിൽ ഉപരി ഞാൻ പരീക്ഷിച്ചു. എന്നാൽ അതൊന്നും എനിക്ക് സംതൃപ്തി തന്നില്ല, സന്തുഷ്ടി തന്നില്ല, അർത്ഥമുണ്ടായിരുന്നില്ല. താങ്കൾ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി തീരുമാനം കൈക്കൊള്ളുക. എന്തുകൊണ്ട് അപ്രകാരം ചെയ്യണമെന്ന കാര്യം വ്യക്തമാക്കുവാൻ പോവുകയാണ്. കാരണം വാർദ്ധക്യത്തിലെത്തിയാൽ ഒരു തീരുമാനമെടുക്കുവാൻ പ്രയാസമായി വന്നേക്കാം. സാധ്യമല്ല എന്നല്ല, പ്രയാസമാകും. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ ദൈവ വഴികളിലേക്ക് തിരിച്ചു വിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മാതാപിതാക്കൾ പലരും ഈ കാര്യത്തിൽ ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്നത് വഷളായ ഒരു തലമുറയെ സൃഷ്ടിച്ചു. ഇന്ന് എല്ലാ രംഗങ്ങളിലും മത്സരമാണല്ലോ. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടുവാൻ മത്സരം, എന്തുമാത്രം മത്സരം. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാൻ എന്തുമാത്രം മത്സരം. അതുതന്നെ റിയാലിറ്റി ഷോ, എന്തുമാത്രം മത്സരം. എല്ലായിടത്തും മത്സരമാണ്. അതുതന്നെ നമ്മെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മുൻഗണനയിൽ നിന്ന് നീക്കിക്കളയുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുവാനും സമയമില്ല. സമയം ഉണ്ടാക്കിക്കൊടുക്കുവാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കുന്നുമില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ യുവ സ്നേഹിതരോട് എനിക്ക് പറയുവാനുള്ളത്, എത്രയും ചെറുപ്പത്തിൽ ദൈവവുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയുമോ അത്രയും നല്ല ക്വാളിറ്റിയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. നിഷ്പക്ഷമായി പറയട്ടെ,
ഈ ഭൂമിയിൽ മറ്റു പലതും കൊണ്ട് സന്തോഷമായിരിക്കാം എന്ന് കരുതി അതിൻ്റെ പുറകെ എല്ലാം പോയി അതിലെങ്ങും സന്തോഷമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇനിയും ദൈവത്തെ വിളിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയല്ല. കാരണം അപ്പോഴേക്കും ആസ്വദിക്കേണ്ട പലതും നിങ്ങൾ ആസ്വദിക്കാതെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കും. ഒരു മനുഷ്യായുസ്സിൽ സന്തോഷത്തിനായി പരീക്ഷിക്കാവുന്ന സകലതും പരീക്ഷിച്ചതിന് ശേഷം ഇനിയും നിങ്ങൾ അതിലേക്ക് പോയി പരീക്ഷിക്കേണ്ടതില്ല എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മോട് പറയുമ്പോൾ അതിനകത്തെ ബുദ്ധി തീർച്ചയായും നാം മനസ്സിലാക്കണം. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം ഒരിക്കലും തിരിച്ചു പിടിക്കുവാൻ സാധിക്കാത്ത വേദനകളിലും ദുഃഖങ്ങളിലും നമ്മെക്കൊണ്ട് എത്തിക്കും എന്ന് എത്രയും ചെറുപ്രായത്തിൽ അറിയുന്നത് അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അറിയുവാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്രകാരം ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യകാലത്തെക്കുറിച്ച് ശലോമോൻ ഒരു ചിത്രം ഇവിടെ വരച്ചു കാട്ടുന്നു. അതത്ര നല്ല ഒരു ചിത്രമല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. എന്നിരുന്നാലും എൻ്റെയും നിങ്ങളുടെയും വാർദ്ധക്യത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. നല്ലതല്ല എന്ന് നാം ചിന്തിച്ചാൽ തന്നെ യാഥാർത്ഥ്യത്തെ നമുക്ക് മറയ്ക്കുവാനോ സാധ്യമല്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള വിവരണം ഏറ്റവും കൃത്യമായും ശരിയായതുമാകുന്നു. ദൈവത്തോട് ശരിയായി ബന്ധപ്പെട്ടിരിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. 2-ാം വാക്യത്തിൽ നാം കണ്ടത് സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുൻപേ തന്നെ. അതെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചങ്ങളും എല്ലാം ഇരുണ്ടുപോകും എന്നാണോ ഇവിടെ അർത്ഥമാക്കുന്നത്? അല്ല. താങ്കൾ മുമ്പ് അവയെ കണ്ടിരുന്നത് പോലെ കാണാൻ കഴിയാത്ത ഒരു കാലം വരുമെന്നാണ് ഇവിടെ പറയുന്നത്. കാലം പറന്നു പോകും തോറും ഒന്നിനു പുറകെ ഒന്നായി ദുഃഖാനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും എത്രയെത്ര പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇവിടെ പറയുന്നു മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരുന്നു. നമ്മുടെ ജീവിത രീതിക്ക് തന്നെ മാറ്റം വരുത്തേണ്ടതായി വരും. നാം പെട്ടെന്ന് ക്ഷീണിച്ച് അവശരായിത്തീരും. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരുന്നു. അതെ, മനുഷ്യജീവിതത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ച് ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിവരിക്കുന്നു. ആരോഗ്യമുണ്ടെന്നും എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ട് എന്നും ചിന്തിക്കുന്ന മനുഷ്യന് എത്രമാത്രം ബലഹീനനാണ്, എത്രമാത്രം അവൻ ഈ ലോകത്തിൽ അപ്രാപ്തനാകുന്നു എന്ന് ശലോമോൻ തൻ്റെ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മോട് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, താങ്കൾ യൗവനത്തിലാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും ദൈവവുമായി ബന്ധപ്പെടുന്നതാണ്, സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതാണ് ജീവിതത്തിന് സംതൃപ്തിക്കുള്ള ഒരേ ഒരു മാർഗം, സന്തോഷത്തിനുള്ള ഒരേ ഒരു ഉപാധി. അത് ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അല്പം ഗൗരവമായി ചിന്തിച്ചാട്ടെ. ഇത് കെട്ടുകഥകളല്ല, തത്വശാസ്ത്രങ്ങളല്ല, ഇതാണ് യാഥാർത്ഥ്യം. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. എത്ര വലിയ പാഠങ്ങളാണ് സഭാപ്രസംഗി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പാഠങ്ങൾ നാം ഒരിക്കലും അവഗണിക്കരുത്. നാം ഇത് ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തെ മാത്രമല്ല, നാമുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവിതം ഈ അർത്ഥപൂർണമായ അവസ്ഥയിലേക്ക് നയിക്കണം. അതിനായി നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. വാർദ്ധക്യത്തിൽ തങ്ങളുടെ യൗവനകാലത്തെ ഓർത്ത് പലരും ദുഃഖിക്കാറുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ വാർദ്ധക്യത്തിലുള്ളവരുടെ ഉപദേശങ്ങൾ യൗവനക്കാർക്ക് പലപ്പോഴും പ്രയോജനമായി വരാറുണ്ട്. യൗവനകാലത്ത് തന്നെ തൻ്റെ സൃഷ്ടാവിനെ അറിയുകയും വാർദ്ധക്യത്തിന് വേണ്ടി മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടി തന്നെ
തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന യൗവനക്കാർ ബുദ്ധിയുള്ളവരാകുന്നു. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ആയുസ്സ് ബുദ്ധിയോടെ വിനിയോഗം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.